ചിക്കനെ പോലെ ചിക്കൻ പാർട്സും ഇഷ്ടപ്പെടുന്ന കുറേ പേരെങ്കിലും ഉണ്ടാവുമല്ലോ അല്ലേ എന്നെപ്പോലെ. ഞങ്ങളുടെ വീട്ടിലെ ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ ഈ ചിക്കൻ പാർട്സ്. പക്ഷേ വല്ലപ്പോഴും മാത്രമേ ഞങ്ങളിത് വാങ്ങിക്കാറുള്ളൂ. ചിക്കൻ പാർട്സ് കഴിക്കരുത്, അത് ആരോഗ്യത്തിന് നല്ലതല്ല എന്നൊക്കെ പലരും പല രീതിയിൽ പറയുന്നതൊക്കെ കേൾക്കാറുണ്ട്. പല വീഡിയോസും കാണാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സമയത്താണ് ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുക. പിന്നെ അത് മാത്രമല്ല നമ്മൾ വൃത്തിയാക്കി എടുക്കുന്ന രീതി. അതാണ് ഏതൊരു ആഹാരത്തിനെയും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ആക്കിയിട്ട് മാറ്റുന്നത്. ഞാൻ എൻ്റെ മനസ്സിന് തൃപ്തി വരുവോളം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടേ ഉപയോഗിക്കാറുള്ളൂ. എല്ലാം കഴുകി വൃത്തിയാക്കിയ ശേഷം അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഞാൻ വേറെ വേറെ വെച്ചിട്ടുള്ളത്. അതിന് ഓരോന്നിനും ഓരോ വേവായതുകൊണ്ട് കുറച്ച് വേവ് കൂടുതലുള്ള ഭാഗം ഞാനൊന്ന് കുക്കറിൽ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പാത്രം നന്നായിട്ട് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി അതൊന്ന് നന്നായി വഴണ്ടി വന്ന ശേഷം അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല ഇതാണ് ചേർത്തത്. ഈ ചിക്കൻ പാർട്സ് ആവുന്ന സമയത്ത് കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കുറച്ച് മുന്നിട്ട് നിൽക്കേണ്ടത്. ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ് ഇഷ്ടം. അതൊന്ന് വഴന്ന് വന്ന ശേഷം ചിക്കൻ പാർട്സിൻ്റെ വേവനുസരിച്ച് ഓരോ ഭാഗങ്ങളായിട്ട് ചേർത്ത് മൂടി വയ്ക്കാം. അതൊന്ന് വെന്ത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി സ്പൈസി ചിക്കൻ പാർട്സ് റെഡിയായി.